മലപ്പുറം ജില്ലയിൽ തിരുനാവായയിൽ കുംഭമേള വന്നപ്പോൾ ഒരു ജാതി ഒരു മതവും രാഷ്ട്രീയം ഒന്നും ആരും നോക്കിയില്ല. എല്ലാവരും കട്ടക്കങ്ങ് കൂടെ നിന്നു. കച്ചവട സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാര്യം കൗതുകത്തോടു കൂടി കാണാൻ അവസരമുണ്ട്. എന്നാൽ മതസൗഹാർദ്ദത്തെ കുറിച്ചിട്ടൊക്കെ പല ആളുകളും ഇവിടെ വന്ന് സംസാരിച്ചത് കേട്ടപ്പോൾ തന്നെ എനിക്കിതിന്റെ പിന്നിലൊരു ചെറിയ പ്രോബ്ലം തോന്നിയതാണ്. മുസ്ലിങ്ങളുടെ തലയിൽ തുടക്കത്തിൽ കാഷായ വസ്ത്രധാരികളായ ആളുകൾ പലതും വെച്ചപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണെന്നുള്ളതാണ്. അതായത് മലപ്പുറം ജില്ലയെ കരിവാരി തേക്കാൻ തന്നെയാണ് ചില ആളുകൾ മുതിരുന്നതെന്ന് വ്യക്തമായി മനസ്സിലായി. ഇപ്പൊ കുംഭമേള കഴിഞ്ഞ് പരിപാടിയൊക്കെ അവസാനിച്ചു. പക്ഷേ കുംഭമേള അവസാനിക്കുന്നത് വരെ ഇവര് വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല. ഇവരാരാണെന്ന് അറിയാമല്ലോ, ചില നികൃഷ്ട ജീവികളാണ്. തമ്മിത്തല്ലി എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഒരു പിടിപാടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കൂതറകള്. അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. 1.5 മിനിറ്റുള്ള ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കേൾക്കുക. ഒരു കാഷായ വസ്ത്രം ധരിച്ച ഇയാളെ ഒന്ന് സന്യാസി എന്ന് പോലും എനിക്ക് വിളിക്കാൻ ഒരു താല്പര്യമില്ല. ഇത് മുഴുവൻ ഒന്ന് കേട്ടു നോക്കിയാൽ മലപ്പുറം ജില്ലയെയും മലപ്പുറത്തെയും കേരളത്തെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഏത് രീതിയിലാണ് ഈ കൂത്തറ കാണിച്ചു കൂട്ടുന്നത് ഒന്ന് കേട്ടോക്കാം. ഇന്നു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ടോ എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? എന്താ നടക്കുന്നത്? വളരെ സൗഹൃദത്തോടു കൂടിയിട്ട് ആ പ്രോഗ്രാം നടന്നില്ലേ? അവിടെ മുസ്ലിം സഹോദരന്മാരുടെ വീടിന്റെ ഗേറ്റ് വാഹനം പാർക്ക് ചെയ്യാൻ വിട്ടുകൊടുത്ത് നിങ്ങൾ കേട്ടില്ലേ? ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? മലപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. താങ്കൾ എന്താ പറഞ്ഞു വരുന്നത് കേൾക്കട്ടെ. ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന നികുതി പണത്തിന് തിരിച്ചു ഒരു തേങ്ങയും കിട്ടുന്നില്ല, ജീവിക്കാൻ കഴിയുന്നില്ല. അതിനിടയിൽ നമ്മുടെ കമൽഹാസൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പിച്ചയല്ല ചോദിക്കുന്നത്, ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങളുടെ അവകാശമാണ് എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയ മലയാളികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. നമ്മുടെ ഫണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുമല്ലോ, ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ബംഗ്ലാദേശിനെ പോലെ പാകിസ്ഥാനെ പോലെ ആക്കരുത് പറയുമ്പോൾ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പാകിസ്ഥാനിൽ ഉണ്ടാവാം. ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പറയും നിങ്ങൾ. ഈ കാഷായ വസ്ത്രം ധരിച്ച ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അഴിഞ്ഞാടുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലേ? നിങ്ങളത് കാണുന്നില്ലേ? ഞാൻ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന സന്യാസിമാർക്ക് കുറച്ചെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നല്ല അടിപൊളി രാഷ്ട്രീയത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ളത്. അത് അടിപൊളി എന്ന് പറയാൻ കഴിയില്ല, നികൃഷ്ടമായിട്ടുള്ള അതിവികൃതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹിന്ദുവും മുസൽമാൻ അടിപൊളിയാണെന്ന് പറയുന്ന അതേ നാക്ക് പരിപാടി കഴിയുമ്പോൾ അവരിതൊന്നും RSSന്റെ വല്ല സമ്മേളനമാണോ നടക്കുന്നല്ലോ? അവിടെ നടത്തൊരു കുംഭമേളയല്ലേ? കുംഭമേള അടിപൊളിയായിട്ട് നടന്നു, കഴിഞ്ഞു, പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ അവിടെ എന്തിനാണ് ഒരു വൃത്തികെട്ട രീതിയിലുള്ള പ്രസംഗം? മനസ്സിലാവുന്നില്ല. ബാക്കി കേൾക്കാം. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്, പലരും പല വേദികളിൽ നിന്ന് പറയുന്നു. ഓക്കെ, ഹിന്ദു രാജ്യമാണ് ഇത് എന്ന് 100-150 തവണ പറഞ്ഞ BJP-ക്കാരാ ഡെയിലി പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതായത് എന്താ RSSന്റെ 100-ാം വർഷം കഴിയുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഞങ്ങൾ ഹിന്ദു രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞത് ഇവിടെയുള്ള മുസൽമാനല്ല, കുറച്ച് കീടങ്ങളാണ്, ജന്തുക്കൾ എന്നാണ് ശരിക്കും പറയുക. ഹിന്ദുക്കൾ ജന്തുക്കൾ എന്ന് ചില ആളുകൾ പറയും, ചില നല്ല ആളുകളുണ്ടേ. ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദു രാജ്യമാണ് എന്ന് 24 മണിക്കൂറും പറയുന്നത് ആരാണെന്നൊന്ന് ഒന്ന് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ ചിലപ്പോൾ താങ്കളെ മുഖം കൂടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു, മതമാണ്, മതത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. അതേ സാധനം തന്നെയാണ് BJP RSSും പറയുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്, ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആള് തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? എനിക്ക് ചോദിക്കാനുള്ള ആ മുന്നിൽ ഇരുന്ന് കാണുന്ന ആളുകളെയാണ് അത് വിളിക്കാൻ തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസപരമായ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വിശ്വാസം മാത്രം മതി, അവിടെ രാഷ്ട്രീയം വേണ്ട. അവിടെയാണ് ഈ വന്ന് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇരുന്ന് കാണാൻ കുറെ ആൾക്കാർ. ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ചിന്തിക്കൂ. നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും. ഈ ഭാരതത്തിലെ ജനാധിപത്യം അത് ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, എന്നാൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നില്ല. ഞാനൊരു ഹൈന്ദവനാണ്, എനിക്ക് വലിയ പ്രശ്നമൊന്നും വരാനില്ല.
നേരെ തിരിച്ച് NRC അതേപോലെ തന്നെ ബീഫ് കൈവശം വെച്ചു എന്ന് പേര് പറഞ്ഞ് തല്ലിക്കൊല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ജനാധിപത്യം ഹിന്ദുവിനെ മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ, മുസൽമാനെയും ക്രൈസ്തവനെയും ഒരു തരത്തിലും സപ്പോർട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്മസ് ആഘോഷങ്ങൾ എന്തിനാ തകർക്കുന്നത്? തല്ലി തകർക്കേണ്ട കാര്യം എന്നുള്ളത്. പള്ളി എന്തിനാ തകർക്കുന്നത് മുഴുവൻ നിങ്ങളാ, നിന്റെ രാഷ്ട്രീയ പാർട്ടി കാഷായ വസ്ത്രം ധരിച്ച് രാഷ്ട്രീയം പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് വലിയ വിശ്വാസികളാണെന്നുള്ളത്. ഞങ്ങളുടെ വിശ്വാസം വിഡ്ഢിത്തരമായി പോയി. നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഈ വർഗീയത പറയുന്ന ആളുകളെയൊക്കെ എന്താ പറയണ്ടേ? വർഗീയത പറയാനാണ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കയറി വന്നതെന്ന് കുംഭമേള കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അല്ല, കുംഭമേളക്ക് മുന്നേ തന്നെ കുറെ കാഷായ വസ്ത്രം ധരിച്ച ആളുകൾ ഇത് ആരെന്റെയും വാപ്പാന്റെ സ്ഥലമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതും ഞങ്ങൾ കണ്ടതാണ്. മുസൽമാനെ എങ്ങനെയെങ്കിലും ഒന്ന് ടാർഗറ്റ് ചെയ്യണം, അതിനുവേണ്ടി തന്നെയാണ് അവർ വന്നത്. എന്നാൽ BJP കാരികൾ ഇതിനിടയിൽ, കാരികളും കാരന്മാരും ഇതിനിടയിൽ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ശോഭാ സുരേന്ദ്രൻ മലപ്പുറത്തിനെ പൊക്കി പറയുന്നതും എന്നാൽ മലപ്പുറം ജില്ലയെ ഏത് രീതിയിലാണ് കാണുന്നതെന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭാഗത്തുനിന്ന് അതീവ സ്നേഹവും അതീവമായിട്ടുള്ള സൗഹാർദ്ദവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹാമാഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചു. ഓരോ വ്യക്തികളുടെയും വീടുകളിൽ അവർ ഇവിടേക്ക് വരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് പ്രത്യേകം ആചാര അനുഷ്ഠാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നവരുമായി ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് 270 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന ഈ മഹാമാഘത്തിനെ ഹൃദയപൂർവ്വം വരവേൽക്കാൻ ഇവിടുത്തെ ജനത തയ്യാറായിട്ടും കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിനാണ് ഇപ്പൊ സംസാരിച്ചിട്ടുള്ളത്. എന്താ മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിങ്ങൾക്ക് അറിയില്ലേ, ഹിന്ദുക്കൾക്ക് പ്രത്യേക എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ കഴിക്കൂ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം മലപ്പുറം ജില്ലയിലുണ്ട്. തിരുനാവായയിൽ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ്. അവരെല്ലാവരും ഈ വിഷയത്തിൽ സപ്പോർട്ടല്ലേ. സ്വന്തം പള്ളിയുടെ മുറ്റം ഈ ഒരു കാര്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നോ? അതിന് ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ തുറന്നു വിളിച്ചു പറയേണ്ട കാര്യം എനിക്കില്ല. ഇത് BJP-ക്കാരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ളൂ. ഇവരിപ്പോ ഇരട്ടത്താപ്പ് കാണിച്ച് നിങ്ങൾ കേട്ടില്ലേ? മലപ്പുറം ജില്ല ഏത് രീതിയിൽ ഇവർ കാണുമെന്ന് ഞാൻ കേൾപ്പിച്ചു തരട്ടെ, ഒന്ന് കേട്ടോളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയ്ക്ക് 2 മക്കളാണെന്നാണ് എൻ്റെ ഓർമ്മ. മിസ്റ്റർ അബ്ദുൾ റബ്ബിൻ്റെ വീട്ടിൽ കുട്ടികളൊക്കെ പ്രസവിക്കുന്നത് 2, മാക്സിമം 3 ബന്ധുക്കളൊക്കെ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. അവിടെ പാവം മുസ്ലിം പെൺകുട്ടികളെ അറബി കല്യാണം കഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരറബി പോകും. അത് കഴിഞ്ഞ് ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ നിർവാഹമില്ല മലപ്പുറത്ത്. അവിടെ തീരുമാനമെടുക്കുന്നത് മുസ്ലിം ലീഗിലെ MLA-മാർക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ എന്താക്കി ഉപയോഗിക്കുകയാണെന്നറിയുമോ? എത്ര വേണമെങ്കിലും നിങ്ങൾ പ്രസവിച്ചുകൊള്ളൂ എന്ന് പറയുകയും പണക്കാരുടെ വീട്ടിലെ പെൺകുട്ടികൾ 2ഓ 3ഓ പ്രസവിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമാക്കിയിട്ട് എൻ്റെ സഹോദരിമാരായ മുസ്ലിം സ്ത്രീകളെ വടക്കൻ കേരളത്തിൽ മാറ്റിമറിച്ച് അവർക്ക് ശാരീരികമായ സ്വാസ്ഥ്യം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശോഭ സുരേന്ദ്രൻ, കേട്ടില്ലേ? അപ്പൊ ഇമ്മാതിരി ഊളത്തരാണ് ഇവരെ മനസ്സിലാക്കിയുള്ളത്. അതിന്റെ ഇടയിൽ മേജർ രവി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കൊല്ലം തുളസി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവരൊക്കെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് വന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. അവര് രാഷ്ട്രീയം തന്നെയാണ് നോക്കിയത്. മലപ്പുറം ജില്ല എന്ന് തന്നെയാണ് എല്ലാ കാര്യത്തിലും അവർ എടുത്തെടുത്ത് പറയുക അല്ലെ. ഇവിടെ ഈ ഒരു സന്യാസിയോ ഋഷിയോ ഏത് തേങ്ങ കൊലയാവട്ടെ, അയാൾ വന്ന് പറഞ്ഞ ഊളത്തരത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഹൈന്ദവനായ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഹിന്ദുവും മുസൽമാനും തമ്മിലടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വൃത്തികെട്ട മനോഭാവമില്ലേ, ആരാണ് ഈ രാജ്യം ഹിന്ദു രാജ്യമാണ് എന്ന് 24 മണിക്കൂറും പറയുന്നത്? അത് ഇവിടുത്തെ RSSകാരാണ്, BJP-ക്കാരാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ മാത്രം അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും പറയുന്നുണ്ട് എന്ന് കരുതുക. അതൊരു പൊതുവായിട്ടല്ല മുസൽമാന്റെയോ എല്ലാവരുടെയും തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ ആരും തയ്യാറാവരുത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പല ആളുകളും സംസാരിക്കുന്നത് എന്നുള്ളതാണ്. കുംഭമേള കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വർഗീയതയാണ് അവിടെ നിന്ന് വരുന്നത്.
എന്ത് മനോഹരമായിട്ടാണ് അവിടുത്തെ പരിപാടികൾ നടന്നത്, എന്ത് മനോഹരമായിട്ടാണ് അവിടെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തത്. അതൊക്കെ നടന്നു. അത്രമാത്രം സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അതേ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് പറയുക ഇത് ഇസ്ലാം രാജ്യമാക്കാൻ പോവുകയാണെന്നുള്ളത്. താങ്കൾ പറഞ്ഞല്ലോ ഈ നോർത്ത് സൗത്ത് എന്നുള്ള കാര്യം. നോർത്തും സൗത്ത് താങ്കളൊന്ന് ശരിക്കും നോക്കാഞ്ഞിട്ടാണ്. സൗത്ത് എത്ര മനോഹരമാണ് എന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണ്. വിദേശികൾ ഇവിടെ ടൂർ വന്നു പോകുമ്പോൾ അവർ കൃത്യമായിട്ട് അത് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടന കുറച്ചെങ്കിലും മാന്യതയോടെ നോക്കുന്ന ആളുകൾ അത് കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഒരു തർക്കം കാര്യത്തിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരു രാജ്യം വിഘടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷമം ഉണ്ടെങ്കിൽ പോലും അതൊരു സന്തോഷമുള്ള കാര്യം കൂടിയാണെന്നുള്ളതാണ്. എന്തുകൊണ്ടറിയോ? ആ കാവിക്കൊടി സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാന്നുള്ളതാണ്. ക്രൈസ്തവനെയും മുസ്ലിങ്ങളെയും പിന്നാലെ നടന്ന് ആക്രമിച്ച് കൊല്ലുന്ന ആ ഒരു കാവിക്കൊടി ഞങ്ങൾക്ക് പേടിയാണെന്നുള്ളതാണ്. ജയ് ശ്രീറാം എന്ന വിളി കേൾക്കുമ്പോൾ പേടി തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതെന്താ താങ്കൾക്ക് മനസ്സിലാവാത്തത്? താങ്കൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവുകയുള്ളൂ, ആ രാഷ്ട്രീയ പാർട്ടിയിൽ പിടിച്ചു കയറണം, അതിലെന്നും ഉന്നതിയിൽ നിൽക്കണം, സമ്പാദ്യം ഉണ്ടാക്കണം. ഈ കാഷായ വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ എല്ലാ ലൗകിക സുഖങ്ങളും വെടിഞ്ഞവരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട്, ഇവരുടെ കയ്യിലൊക്കെ ഇന്റർനെറ്റ് ഉണ്ട്. അത് എന്ത് ഉണ്ടൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ വഴി തേടുകയാണെങ്കിൽ അങ്ങ് കൈലാസത്തിലേക്കൊക്കെ ഒന്ന് കയറി നോക്കിയാൽ അവിടെ കാണാൻ കഴിയും ഒരുപാട് ഒരുപാട് യഥാർത്ഥ സന്യാസിമാരെ. പുറം ലോകവുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അവർ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞു എന്ന് പറയുമ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വാസമാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റീൽസ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് യോഗികളായ ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. പുറം ലോകവുമായിട്ട് അവർക്ക് ബന്ധവും വേണ്ട. അവർ നേരിട്ട് ദൈവവുമായി കണക്ഷനുള്ള ആളുകളാണ്. ആത്മീയതയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ചെയ്യുക. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഊളത്തരങ്ങൾ വിളിച്ചു പറയരുത്. അപ്പോൾ കുംഭമേള കൊണ്ട് ഇവർ അർത്ഥമാക്കിയത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മളെ സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ എന്തായി മാറി? അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.